ലോകത്തിലെ ഏറ്റവും വലിയ കോഫി ഹൗസ് കമ്പനിയായ സ്റ്റാർബക്സിൻ്റെ മുൻ CEO ഹാവർഡ് ഷുൾസിൻ്റെ ഇൻസ്പയറിംഗ് ആയ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഹാവർഡ് ഷുൾസ് വളരെ ദാരിദ്ര്യത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വളരെ പാടുപെട്ടവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ഒറ്റമുറി വീട്ടിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു. ഷുൾസിന് 7 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് തെന്നി വീഴുകയും അങ്ങനെ കാലൊടിയുകയും ജോലിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തു. സേവിങ്സോ ഇൻഷുറൻസോ ഒന്നും ഇല്ലാതിരുന്നതിനാൽ അവർ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി കഴിയുന്ന തൻ്റെ പിതാവിൻ്റെ ചിത്രം ഷുൾസിൻ്റെ കൊച്ചു മനസ്സിൽ ഒരു മുറിവായി മാറി. കൊച്ചു ജോലികൾ ചെയ്തും സ്വന്തം രക്തം വിറ്റുപോലും പണമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ സ്വന്തം അധ്വാനത്തിലൂടെ പണമുണ്ടാക്കി കോളേജ് പഠനമെല്ലാം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഒരു സെയിൽസ്മാനായി ജോലി ആരംഭിച്ചു. സ്റ്റാർബക്സിൽ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ 29-ാം വയസ്സിൽ അദ്ദേഹം സ്റ്റാർബക്സിൽ ജോലിയിൽ പ്രവേശിച്ചു. ഒരിക്കൽ യാത്ര ചെയ്തപ്പോൾ ചില ഇറ്റാലിയൻ കോഫി ഷോപ്പുകളിൽ അദ്ദേഹം കയറാനിടയായി. അവിടെയുള്ള ഓണേഴ്സിന് കസ്റ്റമേഴ്സുമായുള്ള ബന്ധവും അതുപോലെ അവരുടെ പേരുകൾ പോലും അറിയാമെന്ന വസ്തുതയും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. തിരിച്ച് സ്റ്റാർബക്സിൽ പോയി ഈ പുതിയ ഐഡിയാസ് സ്റ്റാർബക്സിലെ ഓണറുകളുമായി പങ്കുവച്ചെങ്കിലും അവ നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഷുൾസ് സ്റ്റാർബക്സ് വിടുകയും സ്വന്തമായൊരു കമ്പനി ഈ ജർണാലെ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഈ കമ്പനിയെ ഫണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് പണമുണ്ടായിരുന്നില്ല. ഇതിനായി പണം സ്വരൂപിക്കാൻ 242 പേരെ അദ്ദേഹം സമീപിച്ചെങ്കിലും അതിൽ 217 പേരും നോ പറയുകയാണ് ചെയ്തത്. അവസാനം അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചില ആളുകൾ അംഗീകരിച്ചു. ഷുൾസ് കഠിനാധ്വാനം ചെയ്തു. ഇറ്റലിയിലെ കോഫി ഷോപ്പുകളിൽ കണ്ട കാര്യങ്ങളെ തൻ്റെ കമ്പനിയിലും പകർത്താൻ അദ്ദേഹം ശ്രമിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സ്റ്റാർബക്സ് ബാങ്ക്രപ്റ്റ് ആവുകയും അങ്ങനെ ഹാവർഡ് ഷുൾസ് ഈ കമ്പനി വാങ്ങുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സ്റ്റാർബക്സിൻ്റെ CEO ആയി മാറുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ മുൻ കമ്പനിയെ റീബ്രാൻഡ് ചെയ്ത് സ്റ്റാർബക്സ് എന്ന പേര് തന്നെ നൽകി. ഇന്ന് സ്റ്റാർബക്സിന് 30,000-ൽ മുകളിൽ സ്റ്റോറുകൾ ലോകമെമ്പാടുമുണ്ട്. സ്റ്റാർബക്സിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ $100 ബില്യൺ മുകളിലാണ്. ഹാവർഡ് ഷുൾസിന് പറയാനുള്ളത് ഇതാണ്: ജീവിതത്തിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും സ്വയം സഹതപിച്ചും മുന്നോട്ട് നീങ്ങാം, അല്ലെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാം. ജീവിതത്തിൽ പലതിനെയും നമ്മൾ ഭാഗ്യമെന്ന് വിളിക്കുമെങ്കിലും അത് സത്യമല്ല. ഓരോ ദിവസത്തെയും കൈയടക്കി എൻ്റെ ഭാവി എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിച്ച് സ്വന്തം ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് വേണ്ടത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇവിടെയുള്ളത് വലിയ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടാണ്. ഐ ഡ്രീംഡ് ബിഗ് ഡ്രീംസ്. സാധ്യമല്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ സ്വപ്നം കണ്ടു. എനിക്ക് സക്സസിലേക്കുള്ള റെസിപ്പിയൊന്നും പറയാനാവുകയില്ല. എങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്നും ചിന്തിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുക സാധ്യമാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പെർഫെക്റ്റായ സമയത്തിന് കാത്തു നിൽക്കാതെ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് നൗ.